അതിപ്പോൾ വെള്ളാപ്പള്ളി നടേശനല്ല ആര് തന്നെ കേരളത്തെ വിഭജിക്കാൻ വേണ്ടി പ്രസ്താവന നടത്തിയാലും അതിന് അംഗീകരിക്കുന്ന പ്രശ്നമില്ല. കേരളം അങ്ങേയറ്റം മതനിരപേക്ഷ ഉള്ളടക്കത്തോടു കൂടി മുന്നോട്ട് പോകുന്നൊരു സമൂഹമാണ്. ആ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന പ്രസ്താവന ആരുടെ ഭാഗത്തും ഉണ്ടാവാൻ വേണ്ടി പാടില്ല. വെള്ളാപ്പള്ളി നടേശൻ നടത്തിയിട്ടുള്ള ആ പ്രസ്താവനയെ DYFI അംഗീകരിക്കുന്നില്ല. അത് അങ്ങേയറ്റം പ്രതിഷേധാർഹമായിട്ടൊരു പ്രസ്താവനയാണ്. ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത് വിവിധ മതസാമുദായിക സംഘടനകൾ അവരെ കൊണ്ടാവുന്ന വിധത്തിലുള്ള പലതരത്തിലുള്ള തെറ്റായ ഇടപെടലും നടക്കുകയാണ്. ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ ഒരു പുതിയ വിവാദം ഉണ്ടാക്കാൻ നോക്കുന്നു, സമയത്തിൻ്റെ പ്രശ്നം ഉയർത്തുന്നു, ഒരു ഭാഗത്ത് ഡാൻസിൻ്റെ പ്രശ്നം ഉയർത്തുന്നു. ചില ആളുകൾ പറയുന്നു പാട്ട് കുട്ടികൾ പഠിക്കാൻ പാടില്ല, ഡാൻസ് കളിക്കാൻ പാടില്ല, സ്റ്റേജിൽ കയറാൻ പാടില്ല. അപ്പം ഇങ്ങനെയൊക്കെയുള്ള തെറ്റായ ഒരുപാട് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തെറ്റായ കാര്യങ്ങളുടെ ഭാഗമായിട്ടല്ല കേരളം മുന്നോട്ട് പോവുക. അപ്പം അതെല്ലാം അവരുടെ ആഗ്രഹമാണ്. അവരാഗ്രഹിക്കുന്ന രൂപത്തിലുള്ളൊരു സമൂഹത്തെ വാർത്തെടുക്കാനാണ് അവർ ശ്രമിക്കുന്നത്. അവരാഗ്രഹിക്കുന്ന രൂപത്തിലുള്ള വളരെ ഇടുങ്ങിയ ഒരു സമൂഹമല്ല കേരളത്തിലേത്. അതിനെല്ലാം അതിജീവിച്ച് കേരളം മുന്നോട്ട് പോകും. അതുകൊണ്ട് ഏത് വർഗീയ ജൽപ്പനത്തെയും കേരളത്തിലെ ജനങ്ങൾ തള്ളിക്കളഞ്ഞ അനുഭവം ഇന്നലകളിലുണ്ട്, നാളെയും അത് തന്നെയാണ്. അതേത് സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞത് എനിക്കറിയില്ല, ഞാനത് കണ്ടില്ല. അങ്ങനെയല്ല. അതായത് കേരളത്തിൽ സർക്കാരിന് യാതൊരു വിധത്തിലുള്ള വർഗീയ അജണ്ടയുമില്ല. എല്ലാ വിഭാഗം ആളുകളെയും ചേർത്തുകൊണ്ട് എല്ലാ സമുദായത്തിൻ്റെയും പരാതികളെല്ലാം കേട്ടുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുകയാണ്. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പം അതുകൊണ്ട് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നിയമം നോക്കേണ്ടതുണ്ട്, കോടതി വിധികൾ നോക്കേണ്ടതുണ്ട്, പൊതു കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ടാണ് മുന്നോട്ട് പോവുക. അപ്പം അതിനകത്തെടുക്കുന്ന തീരുമാനത്തെ മുൻനിർത്തിയിട്ട് ചില ആളുകൾ രംഗത്ത് വരുമ്പോൾ അതിന് പിന്നിലുള്ള ചില അജണ്ടകൾ കേരളം തിരിച്ചറിയേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങൾ ഞങ്ങൾ തുറന്നു കാണിക്കും. തീർച്ചയായിട്ടും. പിന്നെ എന്തിനാണ് ഇങ്ങനെയെല്ലാമുള്ള സ്കൂൾ സമയത്തിന് ആക്ഷേപം ഉന്നയിച്ച എല്ലാവരും വർഗീയവാദികളാണ് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. പക്ഷെ സ്കൂൾ സമയത്തിൻ്റെ വിഷയത്തിൽ ആക്ഷേപം ഉന്നയിക്കുന്ന ചിലരിൽ രാഷ്ട്രീയ താല്പര്യമുള്ളവരുണ്ട്, വർഗീയ താല്പര്യമുള്ളവരുണ്ട്. അതുകൊണ്ട് സ്കൂൾ സമയമാറ്റവുമായി ബന്ധപ്പെട്ട ആക്ഷേപം ഉന്നയിച്ച എല്ലാവരും വർഗീയവാദികളാണെന്ന് DYFI പറയുന്നില്ല. പക്ഷെ അതിനകത്തെല്ലാം ചെറിയ ചെറിയ ഇത്തരം കാര്യങ്ങളെ കേരളത്തിൽ കത്തിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. അത് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. അതുകൊണ്ട് കേരളം ഇതിനൊന്നും കീഴ്പ്പെടുന്ന പ്രശ്നമില്ല. കേരളം മതനിരപേക്ഷതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭൂമികയായി തന്നെ നിലനിൽക്കണം. അതുകൊണ്ട് ചെറുതും വലുതുമായിട്ടുള്ള പ്രസ്താവനകളും ഇത്തരം സന്ദേശങ്ങളുമെല്ലാം കൊടുക്കുന്നത് എന്താണ്, എവിടേക്കാണ് കേരളത്തെ എത്തിക്കുക എന്ന് നമുക്കറിയാം. അതുകൊണ്ട് അങ്ങനെയുള്ളൊരു കേരളമല്ല നമുക്ക് വേണ്ടത്. രാഷ്ട്രീയവും ഭരണവുമെല്ലാം ആ വഴിക്ക് പോട്ടെ. പക്ഷെ അതിനകത്തെല്ലാം ഇങ്ങനെയുള്ള വർഗീയമായ ചില കാര്യങ്ങൾ കൊണ്ടുവരുന്നത് ഒട്ടും ഭൂഷണമായ കാര്യമേ അല്ല.